ഹായ് ഓൾ, എല്ലാവർക്കും ഇലക്ട്രോടെക് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ടണൽ ഡയോഡ്സിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ടണൽ ഡയോഡിനെ എസാക്കി ഡയോഡ് എന്നും പറയും. 1957 ലിയോ എസാക്കി എന്ന ശാസ്ത്രജ്ഞനാണ് ടണൽ ഡയോഡ് ഇൻവെൻറ്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് കാരണം ഇതിനെ എസാക്കി ഡയോഡ്സ് എന്നും പറയുന്നു. അപ്പോൾ നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡിനെ അനുസരിച്ച് ടണൽ ഡയോഡ് ഇസ് എ ഹെവിലി ഡോപ്ഡ് പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഒരു ഹെവിലി ഡോപ്ഡ് പി എൻ ജംഗ്ഷൻ ആയിരിക്കും ടണൽ ഡയോഡ്. അതുപോലെ തന്നെ ഇറ്റ് ഷോസ് നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്. അപ്പോൾ ടണൽ ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പറയുമ്പോൾ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് ടണൽ ഡയോഡിൻ്റെ സിമ്പിൾ, ആനോഡ്, കാഥോഡ്. അപ്പോൾ നോർമൽ ഡയോഡിൻ്റെ സിമ്പിൾ ഇങ്ങനെയായിരിക്കും. ഇവിടെ ഒരു ടി പോലെ ഓർമ്മിച്ചാൽ മതി. അപ്പോൾ ഇതാണ് ടണൽ ഡയോഡ് അല്ലെങ്കിൽ എസാക്കി ഡയോഡിൻ്റെ സിമ്പിൾ. അപ്പോൾ ടണൽ ഡയോഡ് മെയ്ഡ് ചെയ്തിരിക്കുന്നത് ജർമേനിയം, ഗാലിയം ആർസനൈഡ് ഈ സിലിക്കൺ മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടാണ് നോർമലി ടണൽ ഡയോഡ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. നെഗറ്റീവ് റെസിസ്റ്റൻസ് കാണിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെ നെഗറ്റീവ് കണ്ടക്റ്റൻസ് ഡിവൈസ് എന്നും പറയുന്നു. അപ്പോൾ ടണൽ ഡയോഡ് ഒരു ടണലിംഗ് ഇഫക്റ്റ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ ഇഫക്റ്റാണ് ടണലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എഫക്റ്റീവ്ലി നെഗറ്റീവ് റെസിസ്റ്റൻസ് ഡ്യൂ ടു ദ ക്വാണ്ടം മെക്കാനിക്കൽ എഫക്റ്റ് കോൾഡ് ടണലിംഗ്. അപ്പോൾ ഇങ്ങനെയാണ് ടണൽ ഡയോഡ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡിനെ അനുസരിച്ചിട്ട് ടണൽ ഡയോഡ് എന്ന് പറഞ്ഞാൽ ഹെവിലി ഡോപ്ഡാണ്. ഹെവിലി ഡോപ്ഡ് എന്ന് വെച്ചാൽ പി ടൈപ്പിലും എൻ ടൈപ്പിലും ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ വെരി ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് വളരെ സ്മോൾ ആയിരിക്കും. അതായത് നമുക്കറിയാം ഇവിടെ പി ടൈപ്പ് മെറ്റീരിയലും എൻ ടൈപ്പ് പി എൻ ജംഗ്ഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ നിയർ ദ ജംഗ്ഷനിൽ ഇമ്മൊബൈൽ അയൺസ് ആയിട്ടുള്ള, അതായത് പി ടൈപ്പിൽ നെഗറ്റീവ് ഇമ്മൊബൈൽ അയൺസും എൻ ടൈപ്പിൽ പോസിറ്റീവ് ഇമ്മൊബൈൽ അയൺസും ക്രിയേറ്റ് ചെയ്യും. ഈ ഇമ്മൊബൈൽ അയൺസ് കാണുന്ന ഈ ഫീൽഡിനെയാണ് ഡിപ്ലീഷൻ റീജിയൻ അല്ലെങ്കിൽ സ്പേസ് ചാർജ് റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റീജിയൻ്റെ, ഈ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് ഹൈ ഡോപ്പിംഗ് കാരണം, ഹൈ ഡോപ്പിംഗ് ആയതുകൊണ്ട് തന്നെ ഈ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് വെരി സ്മോൾ ആയിരിക്കും ടണൽ ഡയോഡിൻ്റെ കേസിൽ. അതായത് ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് വളരെ ചെറുതായതുകൊണ്ട് തന്നെ ചെറിയൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ടണൽ ഡയോഡിൻ്റെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ്. അതായത് ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് വളരെ ചെറുതായിരിക്കും. അപ്പോൾ സ്മോൾ എമൗണ്ട് ഓഫ് വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ തന്നെ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് കറൻറ്റ് ഇൻ ടണൽ ഡയോഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ടണലിംഗ് എഫക്റ്റ് കാരണമാണ് ടണൽ ഡയോഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ടണലിംഗ് എഫക്റ്റ് എന്ന് വെച്ചാൽ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ എഫക്റ്റാണ്. ദാറ്റ് മീൻസ് ഡയറക്റ്റ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് അക്രോസ് ദ സ്മോൾ ഡിപ്ലീഷൻ റീജിയൻ ഫ്രം കണ്ടക്ഷൻ ബാൻഡ് ഓഫ് എൻ സൈഡ് ടു ദ വാലൻസ് ബാൻഡ് ഓഫ് പി സൈഡ്. അതായത് നമുക്കറിയാം ഹെവിലി ഡോപ്പിംഗ് കാരണം ഈ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈസിലി നമുക്ക് വോൾട്ടേജ് ഡിപ്ലീഷൻ റീജിയനെ ക്രോസ് ചെയ്യാൻ പറ്റും. ഇലക്ട്രോൺസിന് എൻ സൈഡിലുള്ള ഇലക്ട്രോൺസിന് പി സൈഡിലേക്ക് ഈസിലി ക്രോസ് ചെയ്യാൻ പറ്റും. ഈ ഡയറക്റ്റ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനെയാണ് ടണലിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡയഗ്രാം വെച്ചിട്ട് പറയാം. അപ്പോൾ നോർമൽ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ ഡയഗ്രാമാണിത്. അപ്പോൾ നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡിന് ഇപ്പോൾ ഇലക്ട്രോൺസിന് എൻ സൈഡിൽ നിന്ന് പി സൈഡിലേക്ക് ഇതൊരു ഡിപ്ലീഷൻ റീജിയനാണ്. ഡിപ്ലീഷൻ റീജിയൻ ക്രോസ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ഒരു കൈനറ്റിക് എനർജിയുടെ ആവശ്യമുണ്ട്. അതായത് എക്സ്ട്രാ കൈനറ്റിക് എനർജി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡിൽ ഇലക്ട്രോൺസിന് ഡിപ്ലീഷൻ റീജിയൻ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഇത് കണ്ടക്ഷൻ ബാൻഡ്, എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ്, ഇത് വാലൻസ് ബാൻഡ്. അപ്പോൾ പി സൈഡ് എൻ സൈഡ് ഇലക്ട്രോൺസിന് ക്രോസ് ചെയ്യണമെങ്കിൽ ഒരു ടണൽ ഡയോഡിൻ്റെ വർക്കിങ്ങിൻ്റെ ഫിഗറാണിത്. അപ്പോൾ എൻ സൈഡിൽ നിന്ന് ഇലക്ട്രോൺസിന് ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത്
നമുക്കറിയാം നോർമൽ പി എൻ ജംഗ്ഷൻ്റെ വിഡ്ത്ത് ഇത്, ഡിപ്ലീഷൻ റീജിയൻ ടണൽ ഡയോഡ് ഇത്. അപ്പോൾ വിഡ്ത്ത് കുറവായതുകൊണ്ട് എൻ സൈഡിലുള്ള ഇലക്ട്രോൺസിനെ ഈസിലി ക്രോസ് ചെയ്ത് ബാലൻസ് ബാൻഡ്, പി സൈഡ് ഓഫ് ബാലൻസ് ബാൻഡിൽ എത്താൻ പറ്റും. അതായത് ഇതിൻ്റെ ബാൻഡ് ഗ്യാപ്പിൽ തന്നെ നമുക്ക് നോക്കാം. ഇവിടെ ഒരു എനർജി ഗ്യാപ്പ് EG കാണിക്കുന്നുണ്ട് നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡിൽ. ടണൽ ഡയോഡിന് EG ഇല്ല, അതായത് അതിൻ്റെ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് വളരെ കുറവായതുകൊണ്ട് ഈസിലി അത് എന്ത് ചെയ്യുക, പി സൈഡിലേക്ക് ക്രോസ് ചെയ്ത് വരാൻ പറ്റും. അപ്പോൾ നമുക്കിനി ടണൽ ഡയോഡിൻ്റെ വർക്കിംഗ് നോക്കാം. ഫസ്റ്റ് പറയുന്നത് അൺബയാസ്ഡ് ടണൽ ഡയോഡ്, അതായത് ഇൻപുട്ട് വോൾട്ടേജസ് ഒന്നും അപ്ലൈ ചെയ്യാത്ത ടൈമിൽ ടണൽ ഡയോഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ബയാസിംഗ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല ഈ കേസിൽ. പക്ഷേ നമുക്കറിയാം ടണൽ ഡയോഡ് എന്ന് വെച്ചാൽ ഒരു ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള ഡയോഡാണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടക്ഷൻ ബാൻഡും ബാലൻസ് ബാൻഡും തമ്മിൽ, പി സൈഡിൻ്റെ ബാലൻസ് ബാൻഡും എൻ സൈഡിൻ്റെ കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ടാണ് ഉണ്ടാകുക. അപ്പോൾ ആ ഓവർലാപ്പിംഗ് കാരണം ഇതിന് രണ്ടിനും സെയിം എനർജി ലെവലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് കണ്ടക്ഷൻ ബാൻഡിലെ എൻ ടൈപ്പിലെ കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺസ് പി സൈഡിലേക്കും, സിമിലർലി പി സൈഡിലെ ഹോൾസ്, ഇത് ഹോൾസ് ഇത് ഇലക്ട്രോൺസുമാണ്. അപ്പോൾ പി സൈഡിലെ ഹോൾസ് എൻ സൈഡിലേക്കും മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ അൺബയാസ്ഡ് കണ്ടീഷനിൽ നെറ്റ് കറൻറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് ഈക്വൽ എമൗണ്ട് ഓഫ് ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ് ആയിരിക്കും മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ അൺബയാസ്ഡ് കണ്ടീഷനിൽ നെറ്റ് കറൻറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ VI ക്യാരക്ടറിസ്റ്റിക് പറയുന്നത്. HSSൽ വോൾട്ടേജും YHSൽ കറൻറ്റുമാണ്. അപ്പോൾ അൺബയാസ്ഡ് കണ്ടീഷനിൽ, അൺബയാസ്ഡ് ടണൽ ഡയോഡ് കണ്ടീഷനിൽ നോ ടണൽ കറൻറ്റ് ആയിരിക്കും എഫക്റ്റ്. നെക്സ്റ്റ് സ്മോൾ വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുള്ള കേസ് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് സ്മോൾ വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുള്ള കണ്ടീഷനാണ്. സ്മോൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിന് ഈസിലി ക്രോസ് ചെയ്യാൻ പറ്റും. ചെറിയ എമൗണ്ടിൽ വോൾട്ടേജ് കൊടുക്കുമ്പോൾ തന്നെ ഒരു ചെറിയ അളവിൽ സ്മോൾ ടണൽ കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺസിന് ഈസിലി എൻ സൈഡിലുള്ള ഇലക്ട്രോൺസിന് ഈസിലി പി സൈഡിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയ എമൗണ്ടിൽ ടണൽ കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം നെക്സ്റ്റ് കേസ് പറയുന്നത് ഇൻക്രീസ്ഡ് വോൾട്ടേജ് അപ്ലൈ ടു ടണൽ. തൊട്ട് മുന്നത്തെ കണ്ടീഷനിൽ നമ്മൾ സ്മോൾ വോൾട്ടേജ് ആയിരുന്നു അപ്ലൈ ചെയ്തത്. ഇവിടെ ഇൻക്രീസ്ഡ് വോൾട്ടേജ് അപ്ലൈ ടു ടണൽ. അപ്പോൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ കണ്ടക്ഷൻ ബാൻഡിലെ എൻ സൈഡിലെ കണ്ടക്ഷൻ ബാൻഡിലെ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ എണ്ണം, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ പി സൈഡിലുള്ള ബാലൻസ് ബാൻഡിലെ ഹോൾസിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്യും. അതായത് ബാൻഡ്സ് തമ്മിലുള്ള ഓവർലാപ്പിംഗ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എപ്പോഴാണോ എനർജി ബാലൻസ് ബാൻഡിൻ്റെയും കണ്ടക്ഷൻ ബാൻഡിൻ്റെയും എനർജി സെയിം ആകുന്നത്, ഈക്വൽ ആകുന്നത്, ആ കണ്ടീഷനിലായിരിക്കും മാക്സിമം ടണൽ കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം. വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എൻ സൈഡിലെ കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്യും. സിമിലർലി പി സൈഡിലെ ബാലൻസ് ബാൻഡിൽ ഹോൾസിൻ്റെ എണ്ണവും ഇൻക്രീസ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് എപ്പോഴാണോ കണ്ടക്ഷൻ ബാൻഡിലെയും ബാലൻസ് ബാൻഡിൻ്റെയും എനർജി ഗ്യാപ്പ് ഈക്വൽ ആകുന്നത്, എനർജി സെയിം ആകുന്നത്, ആ ടൈമിലായിരിക്കും നമുക്ക് മാക്സിമം ടണൽ കറൻറ്റ് കിട്ടുന്നത്. ദെൻ നെക്സ്റ്റ് കണ്ടീഷൻ ഫർദർ ഇൻക്രീസ്ഡ് വോൾട്ടേജ് നമുക്കറിയാം. ഇപ്പം മാക്സിമം ടണൽ കറൻറ്റ് കിട്ടിയത് കണ്ടക്ഷൻ ബാൻഡിൻ്റെയും ബാലൻസ് ബാൻഡിൻ്റെയും എനർജി ഗ്യാപ്പ് ഈക്വൽ ആകുന്ന സമയത്താണ്. അതിനുശേഷം വീണ്ടും നമ്മൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഈ കണ്ടക്ഷൻ ബാൻഡും ബാലൻസ് ബാൻഡും തമ്മിൽ ഒരു മിസ് അലൈൻമെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻസൈഡിലെ ഇലക്ട്രോൺസിന്, കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺസ് ചെറിയ അളവിൽ മാത്രമേ ബാലൻസ് ബാൻഡിൽ, പി സൈഡിലെ ബാലൻസ് ബാൻഡിൽ എത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കറൻറ്റ് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. സ്മോൾ കറൻറ്റ് മാത്രമേ പിന്നെ നെക്സ്റ്റ് ഫെർദർ ഇൻക്രീസ്ഡ് വോൾട്ടേജിന് ശേഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ ടണൽ കറൻറ്റ് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. നെക്സ്റ്റ് ലാർജ്ലി ഇൻക്രീസ്ഡ് വോൾട്ടേജ്.
വീണ്ടും നമ്മൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇതൊരു നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് പോലെ വർക്ക് ചെയ്യും. ഓപ്പറേറ്റ് സെയിം ആസ് പി എൻ ജംഗ്ഷൻ ഡയോഡ്. അപ്പോൾ ഇവിടെ കറൻറ്റ് എന്ന് പറയുന്നത്, ടണൽ കറൻറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇവിടെ മാക്സിമം ഫോർവേഡ് കറൻറ്റാണ് ഉണ്ടാകുന്നത്. ഇത് ഒരു കൺവെൻഷണൽ ഡയോഡ് പോലെ വർക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് ഒരു ടണൽ ഡയോഡിൻ്റെ വി ഐ ക്യാരക്ടറിസ്റ്റിക്. അപ്പോൾ എച്ച് എസിൽ വോൾട്ടേജ്, വൈ എച്ച് എസിൽ കറൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം, ഫസ്റ്റ് നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യാത്ത സമയത്ത് അൺബയാസ്ഡ് കണ്ടീഷനിൽ 0 ആയിരുന്നു. സ്മോൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു സ്മോൾ കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. വീണ്ടും നമ്മൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ടണൽ കറൻറ്റായി. ഇതിനെയാണ് പീക്ക് പോയിൻ്റ് എന്ന് പറയുന്നത്. പീക്ക് പോയിൻ്റ് മാക്സിമം ടണൽ കറൻറ്റ് കിട്ടി. ആഫ്റ്റർ മാക്സിമം ടണൽ കറൻറ്റിന് ശേഷം നമ്മൾ ഫെർദർ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇതൊരു നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിലാണ് വർക്ക് ചെയ്യുക. ഇതാണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിൽ ടണൽ ഡയോഡ് വർക്ക് ചെയ്യുമെന്ന് പറയുന്നത്. ആക്ച്വലി നമ്മൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇവിടെ കറൻറ്റ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് വോൾട്ടേജ് കറൻറ്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഇതാണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിൽ വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ പീക്ക് പോയിൻറ്റിന് ശേഷം ഫെർദർ നമ്മൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പം വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കറൻറ്റ് ഡിക്രീസുമാണ് ചെയ്യുന്നത്. ഇതിനെയാണ് വാലി പോയിൻ്റ് എന്ന് പറയുന്നത്. വാലി പോയിൻറ്റിന് ശേഷം വീണ്ടും നമ്മൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അതൊരു നോർമൽ നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് പോലെ വർക്ക് ചെയ്യും. ഇവിടെ നോർമൽ ഫോർവേഡ്, മാക്സിമം ഫോർവേഡ് കറൻറ്റ് ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയാണ് ടണൽ ഡയോഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻസ് കാരണം, നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് കാരണം ടണൽ ഡയോഡിനെ ആംപ്ലിഫയർ ആയിട്ടും ഓസിലേറ്ററായിട്ടും യൂസ് ചെയ്യുന്നു. അതുപോലെ ഇതിന് ഒരു ഫാസ്റ്റ് റെസ്പോൺസാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഹൈ ഫ്രീക്വൻസി കോമ്പണൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നു. അതുപോലെ ഈ ടണൽ ഡയോഡിന് ഹൈ ലീക്കേജ് കറൻ്റാണ്. അതുകൊണ്ട് ഒരു സ്വിച്ച് സർക്യൂട്ട് റിവേഴ്സ് ബയസിൽ യൂസ് ചെയ്യുന്നു. ബട്ട് ഒരു ടണൽ ഡയോഡിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതൊരു റെക്ടിഫയർ ഡയോഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ടണൽ ഡയോഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ലോങ് ലൈഫ്, ഹൈ സ്പീഡ് ഓപ്പറേഷൻ, ലോ നോയ്സ് ആൻഡ് ലോ പവർ കൺസപ്ഷൻ. ഇത്രയാണ് ടണൽ ഡയോഡ്സിൻ്റെ അഡ്വാൻറ്റേജസ്. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് പറയുന്നത് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ റെക്ടിഫയർ ഡയോഡ്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് അൾട്രാ ഹൈ സ്പീഡ് സ്വിച്ചായിട്ട് യൂസ് ചെയ്യും. അതുപോലെ ആംപ്ലിഫയേഴ്സിൽ ഇതിന് നെഗറ്റീവ് റെസിസ്റ്റൻസ് കാരണം ആംപ്ലിഫയേഴ്സിലും ഓസിലേറ്റേഴ്സിലും യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് ടണൽ ഡയോഡിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ടണൽ ഡയോഡ് ഈസ് എ ഹെവിലി ഡോപ്ഡ് പി എൻ ജംഗ്ഷൻ ഡയോഡാണ്. ഇറ്റ് ക്യാൻ ബി ഓപ്പറേറ്റിംഗ് ഫോർവേഡ് ബയാസിങ് ആൻഡ് റിവേഴ്സ് ബയാസിങ് ആൻഡ് ഇറ്റ് ഓൾസോ ഷോസ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടണൽ ഡയോഡിൻ്റെ MCQs ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബിറ്റ്വീൻ ദ പീക്ക് പോയിൻറ്റ് ആൻഡ് ദ വാലി പോയിൻറ്റ് ഓഫ് ടണൽ ഡയോഡ് ദർ ഈസ് ഡാഷ് റീജിയൻ. അപ്പോൾ ഇതാണ് ഒരു ഡയോഡിൻ്റെ വി ഐ കാര. അപ്പോൾ ഇതാണ് പീക്ക് പോയിൻറ്റ്, ഇതാണ് വാലി പോയിൻറ്റ്. ഇതിൻ്റെ ഇടയിൽ കാണുന്ന ഈ റീജിയനെയാണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ സാച്ചുറേഷൻ, ബി കട്ട് ഓഫ് റീജിയൻ, സി കട്ട് ഓഫ് റീജിയൻ, ബി നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ, ഡി നൺ ഓഫ് ദ എബോ. അപ്പോൾ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഈ ഒരു റീജിയനിൽ വോൾട്ടേജും കറൻറ്റും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടണൽ ഡയോഡ് ഈസ് എ PN ഡയോഡ് വിത്ത് എ വെരി ഹൈ ഡോപ്പിംഗ് ഇൻ P region, B very high doping in N region, C very high doping in both P and N region, D low doping in both P and N region. നമുക്കറിയാം ടണൽ ഡയോഡ് ഈസ് എ വെരി ഹൈ ഡോപ്പിംഗ് ഇൻ ബോത്ത് P and N region. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
which is incorrect about tunnel diode? A. Width of depletion region is high compared to PN junction. Width of depletion region is high compared to PN junction. ഇത് നമുക്കറിയാം ഓപ്ഷൻ ഇൻകറക്റ്റ് ആണ്. ബി. ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ is high as compared to PN junction. ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ ഹൈ ആസ് കമ്പയർഡ് ടു പി എൻ ജംഗ്ഷൻ. നമുക്കറിയാം ടണൽ ഡയോഡ് എന്ന് വെച്ചാൽ ഒരു ഹെവിലി ഡോപ്ഡ് പി എൻ ജംഗ്ഷൻ ഡയോഡാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ കമ്പയർഡ് ടു പി എൻ ജംഗ്ഷൻ വെരി ഹൈ ആണ്. ഇത് കറക്റ്റാണ്. സി. വി ഐ ക്യാരക്ടറിസ്റ്റ് ഷോസ് ദ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ. നെഗറ്റീവ് റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ സിയും കറക്റ്റാണ്. ഫോർത്ത് വൺ, കാരിയർ വെലോസിറ്റീസ് ആർ വെരി ഹൈ. കാരിയർ വെലോസിറ്റി വെരി ഹൈ ആണ്. അതും കറക്റ്റാണ്. അപ്പോൾ ഫാൾസ് ആയിട്ടുള്ളത് വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ റീജിയൻ ഈസ് ഹൈ കമ്പയർഡ് ടു പി എൻ ജംഗ്ഷൻ. അതാണ് ഇൻകറക്റ്റ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ടണൽ ഡയോഡ് ഹാസ് എ വെരി ഫാസ്റ്റ് ഓപ്പറേഷൻ ഇൻ ഡാഷ് ഫ്രീക്വൻസി റീജിയൻ. അപ്പോൾ അതിൻ്റെ ആൻസർ മൈക്രോവേവ് ഫ്രീക്വൻസിയാണ്. മൈക്രോവേവ് ഫ്രീക്വൻസി റീജിയനിലാണ് ടണൽ ഡയോഡിന് വെരി ഫാസ്റ്റ് ഓപ്പറേഷൻ കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ്. എ. ഫോർ വെരി ഹൈ സ്പീഡ് ഓഫ് സ്വിച്ചിങ്. ബി. ടു കൺട്രോൾ ദ പവർ. സി. ടു റെക്ടിഫിക്കേഷൻ. ഡി. നൺ ഓഫ് ദ എബോവ്. അപ്പോൾ ടണൽ ഡയോഡ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ വെരി ഹൈ സ്പീഡ് ഓഫ് സ്വിച്ചിങ്. ഇതാണ് കറക്റ്റ് ആൻസർ. വെരി ഹൈ സ്പീഡ് ഓഫ് സ്വിച്ചിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടണലിംഗ് ഫിനോമിനൻ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. ടണലിംഗ് ഫിനോമിനെ ഓട്ടോ ഇലക്ട്രോണിക് ഫിനോമിന എന്നുകൂടി പറയുന്നു. സെവൻത് ക്വസ്റ്റ്യൻ. മെറ്റീരിയൽസ് യൂസ് ടു മേക്ക് ദ ടണൽ ഡയോഡ്സ്. നമ്മൾ ടണൽ ഡയോഡ്സിനെ പറ്റി പറയുമ്പോൾ പറഞ്ഞതാണ് സിലിക്കൺ മെറ്റീരിയൽസ്, അതുപോലെ ജർമേനിയം, അതുപോലെ ഗാലിയം ആർസനൈഡ് യൂസ് ചെയ്തിട്ടാണ് ടണൽ ഡയോഡ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. പറയാനുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് വരാം. താങ്ക് യു.